Hey you guys, 390 അഡ്വഞ്ചർ എക്സ് ആണ് ഒന്ന് കയ്യിൽ വന്നേക്കുന്നത്. നമുക്ക് ഇത് കൂടാണ്ട് 390ക്ക് ഒരു ടോപ്പ് വേരിയന്റ് വരുന്നുണ്ട്. നമ്മുടെ സ്പോക്ക് വീൽ ഇത് തൊട്ടപ്പത്തിരിക്കുന്നുണ്ട്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണാം. നമുക്ക് എക്സിന് അല വീൽസ് വരുന്നുണ്ട്, സ്പോക്കിനാവട്ടെ സ്പോക്ക് വീൽസ് വരുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ അതിൻ്റെ സൈസും വ്യത്യാസമുണ്ട്. നമുക്ക് എക്സ് ആകുമ്പോഴത്തേക്കും ഫ്രണ്ട് 19 ബാക്ക് 17 അതാവട്ടെ ഫ്രണ്ട് 21 ഇഞ്ചും ബാക്ക് 17 കണ്ടാണ്. സോ രണ്ടിനും ഐ തിങ്ക് സെയിം അപ്പോളോ ടൈസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കണ്ടിട്ട് ഒരേ പാറ്റേൺ പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇതിൽ കുറച്ചും കൂടി വലിയ ടൈസ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ഇതിൽ 100 സെക്ഷൻ ആണ്. ബാക്കിൽ നോക്കുവാണെങ്കിൽ 130 സെക്ഷനാണ് ബാക്കിൽ വരുന്നത്. ഐ തിങ്ക് ബാക്ക് സെയിം ആണ്, രണ്ടിനും 130 സെക്ഷൻ വരുന്നത്. ഫ്രണ്ട് ഇത് കുറച്ചുകൂടി വിട്ട് കൂടി ടൈസ് ആണ്. അത് ഈവൻ ദോ ടോപ്പ് മോഡലാണെങ്കിൽ കൂടി അതിന് 19 ഇഞ്ചാണ് ഫ്രണ്ട് വരുന്നത്. അത് മോശമായിട്ട് പറയല്ല, ഞാൻ ജസ്റ്റ് കമ്പാരിസൺ പറയുന്നുള്ളൂ. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ആക്ച്വലി ഓക്കെ ചെറിയ വണ്ടിയാണ്, അത്ര ഒരു സൈസോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഇൻ പേഴ്സൺ വന്ന് കണ്ടു നോക്കണം, വണ്ടി നല്ല സൈസ് ഉണ്ട്. ഇതും ഹിമാലയനും സൈഡ് ബൈ സൈഡ് ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നോട്ടം ഈ വണ്ടി കൊണ്ടുപോകും, പറയാതിരിക്കാൻ വയ്യ. അത് റോഡ് പ്രസൻസ് ആണ്. എസ്പെഷ്യലി ഈ ഒരു സെറാമിക് വൈറ്റ് എന്ന് പറഞ്ഞ കളറിൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഫ്രണ്ടിൽ നിന്നൊക്കെ ഇങ്ങനെ മഞ്ഞുണ്ടല്ലോ, സാധനം നോക്കി നെറ്റിപ്പെട്ട് കേട്ടോ ആനനെ പോലെ ഉണ്ട്. ഭയങ്കര സൈസാണ് വണ്ടി കാണാനായിട്ട്. എസ്പെഷ്യലി ഒരു വൈസറിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടോളാണ്. ഭയങ്കര ടോളായിട്ടുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള വൈസറാണ് വരുന്നത്. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ആ ഒരു 390 ടോപ്പ് മോഡൽ 390യുടെ എല്ലാ ഡിസൈൻ വൈസ് ആണെങ്കിലും ഷാസി വൈസ് ആണെങ്കിലും എൻജി വൈസ് ആണെങ്കിലും ഒരു വ്യത്യാസമില്ല. സെയിം ബോഡി പാനൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. ആ ഒരു പുതിയ ട്രെലസ് ഫ്രെയിം ആണ്. ഡിസൈൻ വൈസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പഴയ 390 അഡ്വഞ്ചർ ആയിട്ട് ഒന്നും ഷെയർ ചെയ്യുന്നില്ല, ഒരു നട്ട് പോലും ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം, കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ പ്രീവിയസ് വെച്ചിട്ട് പറയായിരുന്നു ബ്രേക്ക് കാലിപ്പറൊക്കെ സെയിം ആണെന്ന് പറയാം. അങ്ങനെ അക്രോസ് ഓൾ KTM അവരെല്ലാം റേഡിയൽ മൗണ്ട് കാലിപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അതെങ്കിലും സെയിം ആണെന്ന് പറയായിരുന്നു. പക്ഷേ ഈ കേസിൽ അതല്ല, കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാലിപ്പറാണ്. അകത്തേക്കാൻ വരാം. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 2 പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ്. നമുക്ക് ഇവിടെ ഹൈ ബീം വരുന്നുണ്ട്, ഒരു ലോ ബീം വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടെ ഡേ ടൈം 2 ലാമ്പ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ശരിക്കും ഒരു ബിഗ് ബൈക്കല്ലേ ഇവരുടെ 3090 അഡ്വഞ്ചർ, അതിനെയൊക്കെ നന്നായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബീക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ അത് വിചാരിച്ചു ഇതിങ്ങനെ തൊടുമ്പോൾ ഇളകുമെന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷേ അത്യാവശ്യം നല്ല സ്ട്രോങ് ക്വാളിറ്റി ആണ് കേട്ടോ. ഇവിടെയൊക്കെ പിടിക്കുമ്പോൾ നല്ല ബലമുണ്ട്. കാണുന്ന പോലെ തന്നെയാണ്, നല്ല വലുതാണ്, നല്ല ബലമുണ്ട്. ഇത് വന്നേക്കാൻ നല്ല രസമാണ്. ആ ഒരു ടീ സ്റ്റമ്പിൻ്റെ അവിടെ നിന്നാണ് ഈ ഒരു ബീക്ക് വന്നേക്കുന്നത്. ഐ തിങ്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ചെറിയൊരു കവറും കാലിലൊക്കെ വെക്കാനാണ് ഒന്ന് ആസ് ആൻ ആക്സസറി. ഈ റേഡിയേറ്ററിലും കാലിലൊക്കെ ഈ ചെടി അടിച്ച് തീർക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ ചെറിയൊരു ആക്സസറി ഉണ്ടെന്നാണ് കേട്ടത്. ഫ്രണ്ടിൽ ഒരു 320 ഡിസ്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് എക്സ് ആയതുകൊണ്ട് തന്നെ ഇതിന് അലോയ് വീൽസാണ് വരുന്നത്. ഒരു 19 ഇഞ്ച് അലോയ്സ് ആണ്. നമ്മുടെ പ്രീവിയസ് എക്സ് പോലെ തന്നെ ടിപ്പിക്കൽ KTM പോലെയല്ല. ഇതിന് റേഡിയൽ മൗണ്ടഡ് കാലിപ്പർ അല്ല വരുന്നത്, ഒരു ആക്സിൽ ടൈപ്പ് കാലിപ്പറാണ്. അത് ബ്രേക്കിംഗ് പെർഫോമൻസ് കുറച്ചിട്ടില്ല എന്നാണ് ഇതുവരെ ഞാൻ കണ്ട റിവ്യൂവിൽ എനിക്ക് അറിയാൻ സാധിച്ചത്. ഓക്കെ, മൂവിറ്റർ സൈഡ് ഒരു അമേസിംഗ് വൈറ്റ് പാനലാട്ടോ, ഒരു രക്ഷയില്ല. ഇത് ഇവിടെ തൊട്ട് ഇങ്ങനെ അറ്റം വരെ ഒരൊറ്റ പീസാണ്. ഒരൊറ്റ പീസിലായിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മെറ്റൽ ടാങ്ക് കാണാം. ഇത് മെറ്റലാണ്. ഏകദേശം 14.5 ലിറ്റർ ഒരു ടാങ്ക് കപ്പാസിറ്റിയും വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു ക്രാഷ് ബാർ കാണാനായിട്ട് പറ്റും. ഇത് ആക്ച്വലി സ്റ്റോക്കാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഇത് കണ്ടപ്പോഴത്തേക്കും ആഫ്റ്റർ മാർക്കറ്റാണ് വിചാരിച്ചത്. കാരണം ഇവിടെ നമുക്ക് ഇങ്ങനെ കാലൊക്കെ വെച്ച് ഓടിക്കാനായിട്ട് പറ്റും. ഞാൻ അത് വിചാരിച്ച് നോക്കി ആഫ്റ്റർ മാർക്കറ്റ് കയറ്റിയിരിക്കുന്ന വിചാരിച്ചു. പക്ഷേ അല്ല, ഫോർക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സിന് നോൺ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ്. നമുക്ക് അഡ്ജസ്റ്റബിലിറ്റിയും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് സ്പോക്ക് വീല് മാത്രമാണ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നുള്ളൂ. നമുക്ക് എക്സിന് ഒന്നും വരുന്നില്ല. നമുക്ക് ഒരു 200 mm ട്രാവലുള്ള ഒരു നോർമൽ അപ്സൈഡ് ഡൗൺ ഫോർക്ക് വരുന്നത് WP Apex ആണ്. പിന്നെ മോട്ടോർ സൈഡ് ആ ഒരു എക്സൈസ് എഞ്ചിനാണ്. ഒരു LC4C ലിക്വിഡ് കൂൾഡ് 4 വാൽവ് കോമ്പാക്ട് ആയിട്ടുള്ള ആ ഒരു എഞ്ചിൻ. 398cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ DOSC 45 ഹോഴ്സ് പവർ, അറൌണ്ട് 39 Nm ടോർക്ക്, മേറ്റഡ് ടു 6-speed ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഈ വണ്ടിക്ക് വേറെ മിസ്സാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് കോർണറിംഗ് ട്രാക്ഷൻ കൺട്രോൾ ഇല്ല. അതും അതിന് മാത്രം എക്സ്ക്ലൂസീവ് ആണ്, നമ്മുടെ സ്പോക്ക് വീലിന് എക്സ്ക്ലൂസീവ് ആണ്. കുറച്ച് ഫീച്ചേഴ്സ് അവിടെ മിസ് ചെയ്യുന്നുണ്ട്. അത് മാറ്റി കഴിഞ്ഞാൽ ഐഡന്റിക്കലാണ്. സീറ്റ് ശ്രദ്ധിച്ചോന്ന് അറിയില്ല, സീറ്റ് സിംഗിൾ സീറ്റ് ആണ്. നമ്മുടെ എക്സ്പൾസ് ഒക്കെ പോലെ ഭയങ്കര വലിയ ഗ്രാബിൽ വരുന്നുണ്ട്. പില്ലൺ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം പില്ലൺ ഇവിടെ ഇരിക്കുമ്പോൾ ഈ കാല് വന്ന് ഇടയിൽ ഇങ്ങനെ തട്ടാൻ, ഇവിടെ മുട്ടാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. എനിക്കറിയില്ല, അത്യാവശ്യം വണ്ണമുള്ള പില്ലനാണെങ്കിൽ കാലിവിടെ ഇരിക്കും. അത്യാവശ്യം മെലിഞ്ഞ് സ്കെൽട്ടായിട്ടുള്ള പില്ലാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇതിൻ്റെ ആക്സിലൊക്കെ കണ്ടോ, ഹോളോ ആക്സിലാണ് വരുന്നത്. ഇവിടെ ഒരു ബാഷ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. മെറ്റലാണ്, പ്ലാസ്റ്റിക് അല്ല. ആ കേർവ്ഡ് ആയിട്ടുള്ള റേഡിയേറ്റർ കാണാനായിട്ട് പറ്റും. അത് നമ്മുടെ 390യിൽ കൊണ്ടുവന്നാണ് ഒരു കേർവ്ഡ് റേഡിയേറ്റർ. അത് ഇതിലും വന്നിട്ടുണ്ട്. യെസ്, നമ്മൾ പറഞ്ഞെടുത്ത് ഗ്രാബറിലായിരുന്നു. നമുക്കിവിടെ പില്ലൺ അത്യാവശ്യം വണ്ണമുള്ള പില്ലാണെങ്കിൽ തയ്യെ കൊടുന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ റൈഡറിന് പറയണമല്ലോ അപ്പാര സീറ്റാണ് കേട്ടോ. അത് ഇവിടെ നിന്ന് ഇവിടം വരെ ഏകദേശം നല്ല ലെങ്ത് ആയിട്ടുള്ള സീറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് കയറിയിരിക്കാനായിട്ട് പറ്റും. പിന്നെ സീറ്റ് ഹൈറ്റും കുറവാണ് കമ്പയർഡ് ടു സ്പോക്ക് വീൽ. ഇതിന് 825 mm സീറ്റ് ഹൈറ്റേ ഉള്ളൂ. ഞാൻ കയറി നോക്കി, എനിക്ക് പ്ലാനറ്റ് ഫുട്ട് ആണ്. ഞാൻ കയറിയുമ്പോൾ കാണിച്ചു തരാം. പിന്നെ അണ്ടർബെല്ലി എക്സോസ് ഉണ്ട്. പലർക്കും വലിയൊരു കൺസേൺ ആണ് ഇങ്ങനെ അണ്ടർബെല്ലി എക്സോസ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കയറില്ല. KTM ആക്ച്വലി ഐ തിങ്ക് 4 മീറ്റർ വെള്ളത്തിൽ എന്താ വെച്ചാൽ ടെസ്റ്റ് ചെയ്താണ്. വണ്ടി ഓഫ് ചെയ്ത് ഓൺ ചെയ്ത്. സോ പ്രൂവൺ, വലിയ കുഴപ്പമൊന്നുമില്ല, വെള്ളത്തേക്ക് കയറുന്നില്ല. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പുതിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇതിന് ഓഫ് സെറ്റുള്ള സസ്പെൻഷൻ വരുന്നത്. സ്പെഷ്യൽ ഇരിക്കുന്നത് വണ്ടിയുടെ റൈറ്റ് സൈഡിലാണ്. കാരണം ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് എയർ ബോക്സ് വലുതാക്കാൻ പറ്റി, ത്രോട്ടിൽ ബോഡി വലുതാക്കാൻ പറ്റി. അങ്ങനെയാണ് ആ ഒരു കൂടുതൽ പവർ ആ 390cc എഞ്ചിനിൽ നിന്ന് അവർ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്. ഓക്കെ, പിന്നെ ഒരു സിംഗാമ കാണാം, നല്ല വ്യത്യാസമുണ്ട്. ഇത് ആ ഒരു KTM അല്ലെങ്കിൽ ഡ്യൂക്ക് 390, ഡ്യൂക്ക് 250, Gen 3യുടെ ആ സെയിം അല്ല, കുറച്ചും കൂടി വ്യത്യാസമുള്ളൊരു സിംഗാമാണ്. കുറച്ച് ലോങ്ങറാണ്. ബാക്കിൽ ഒരു 240 mm ഡിസ്ക് കാണാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ 17 ഇഞ്ച് അലോയ് വീൽസ് കാണാം. 1/3 സെക്ഷൻ ടയറാണ്. പിന്നെ ഈ ഒരു ടെയിൽ പറഞ്ഞോട്ടോ, നല്ല രസമുണ്ട്. വണ്ടി ഇത്ര ഉള്ളൂ ആക്ച്വലി, പക്ഷേ ടെയിലിരിക്കുന്ന നോക്കി
അതും ഇത്രയും കുട്ടി ടെയിൽ ലൈറ്റാണ്. അത് നോക്കി നമ്മുടെ ഐ തിങ്ക് ഫസ്റ്റ് ജെൻ ഡ്യൂക്ക് 200 ചെറുതായിട്ട് തോന്നും, വളരെ കുട്ടിയായിട്ടുള്ള ടെയിൽ ലൈറ്റാണ്. പിന്നെ ആ ഒരു പുതിയ ജെൻ ഡ്യൂക്കിൽ ഇനി വരാൻ പോണ ഇൻഡിക്കേറ്ററാണ് കേട്ടോ ഒരു ബോക്സ് ടൈപ്പ്. കാരണം നമ്മുടെ 3090 ഇല്ലേ ഡ്യൂക്ക്, അതിനൊക്കെ ഇങ്ങനത്തെ ഒരുമാതിരി റെക്ടാങ്കുലർ ടൈപ്പുള്ള ഒരു ടെയിൽ ലൈറ്റാണ് വരുന്നത്. പക്ഷെ അതിന് ബ്രേക്ക് ലൈറ്റ് ഇൻറ്റഗ്രേറ്റഡ് ആണ്, ഇതിൽ ആ കേസ് അല്ല. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ വളരെ മാസീവായിട്ട് എന്തോരം നിറഞ്ഞിരിക്കുന്നു വെച്ച് നിറഞ്ഞിരിക്കണ ഒരു സാരി കാർഡ് കാണാം. നിറഞ്ഞ് ആക്ച്വലി ഇത്രയും പുറത്തേക്ക് തള്ളിയിരിക്കുന്നുണ്ട്. വലിയൊരു സാരി കാർഡ് ഉണ്ട്, നോക്കുകയാണെങ്കിൽ അത് അഴിച്ച് കളയാം. പിന്നെ നമുക്കിവിടെ ഫുഡ് പെക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നീറ്റ്ലി ലേഔട്ടുള്ള ഫുഡ് പെക്സ് ആണ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ അഴിച്ച് കളയാം കേട്ടോ. ഞാൻ അപ്പുറത്ത് നിന്ന് കാണിച്ചു തരാം കുറച്ചും കൂടി ബെറ്റർ വ്യൂക്ക്. റൈഡറിൻ്റെ ഫുഡ് ഡ്രസ് മാത്രം വെച്ചിട്ട് പില്ലിൻ്റെ ഈ 2 അല്ലെങ്കിൽ വെച്ച് ഊരി എടുത്ത് മാറ്റാമെന്നാണ് കേട്ടോ. നൈസ് ടച്ച് ആണ് കേട്ടോ. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. ഇതിന് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട് കേട്ടോ. ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് ഉണ്ട്, അതായത് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. നമുക്ക് ക്ലച്ച് പിടിക്കാണ്ട് അപ്പും ചെയ്യാം ഡൗണും ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കീപ്പ് ചെയ്തു. വെൽ ഡൺ. 825 mm ആണ്. എനിക്ക് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം കാല് കുത്തിരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഹാഫ് ഫുട്ടാണ്, നല്ല ഈസി ആയിട്ടിരിക്കാം. അതിനുശേഷം എനിക്ക് പറയാനുള്ളത് ഒരു വ്യൂ ആണ് കേട്ടോ. 10 out of 10 ഒരു രക്ഷയില്ല. ഒരു കൺസോള് നമ്മുടെ സ്ട്രൈറ്റ് ഫേസിൻ്റെ നേരെ തന്നെ ഇരിക്കുന്നത് അടിപൊളി കൺസോളാണ് കേട്ടോ. ഓ മാൻ, ഇതിപ്പോൾ ആക്ച്വലി റെഡ്യൂസർ മോളിൽ ഇട്ടേക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഗിയർ മാറ്റി കാണിച്ചു തരാം കേട്ടോ. സ്വിച്ച് കേസ് ഒന്ന് പരിചയപ്പെടാം. നമുക്കിവിടെ പാസിച്ച് വരുന്നുണ്ട്, ഹസാർഡ് വരുന്നുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ, എൻ്റർ, ബാക്ക്, പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്, പിന്നെ ഇവിടെ എൻജിൻ ഗിൽ സ്വിച്ച് വരുന്നുണ്ട്, നമുക്കിവിടെ സ്റ്റാർട്ടറും വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ 390 അഡ്വഞ്ചർ ആ ഒരു സ്പോക്ക് വീലില്ലേ, അതിലെ പോലെ നമുക്ക് ഞാൻ പറഞ്ഞ കോർണറും ട്രാക്ഷൻ കൺട്രോളും ഇല്ല, നമുക്ക് ക്രൂസ് കൺട്രോളും വരുന്നില്ല. അത് ഭയങ്കര മിസ്സായിപ്പോയി. ക്രൂസ് കൺട്രോൾ കൊടുക്കായിരുന്നു. കാരണം ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് കമ്പയർ ടു ദാറ്റ് ഇതാണ് കുറച്ചും കൂടി ഒരു ടൂറിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടി. സോ ഇതിന് ആ ഒരു ക്രൂസ് കൺട്രോളും കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയാനെ. പിന്നെ മിറേഴ്സൊക്കെ സ്ട്രൈറ്റ് ഔട്ട് ഫ്രം ഡ്യൂക്ക് 390 അടിപൊളി മിറേഴ്സാണ്. മെറ്റലാണ്. ഇതൊക്കെ കണ്ടോ, പ്ലാസ്റ്റിക്കിലേക്കല്ല, മെറ്റലാണ്, അലുമിനിയം പീസ് ആണ്. പിന്നെ മാസൻഡർ കാണുന്ന രസമുണ്ട്. പിന്നെ വണ്ടിക്ക് നമുക്ക് അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവേഴ്സോ ക്ലച്ച് ലിവേഴ്സോ വരുന്നില്ല. അതും കൂടി കൊടുക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത്രയും പൈസ കൊടുക്കുന്നല്ലേ. ഏകദേശം 3.8 lakh ഓൺ റോഡ് വരുന്നുണ്ട്. സോ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പിന്നെ കൺസോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ റെഡ്യൂസർ മോഡാണ്. ഞാനിത് മാറ്റി മറ്റേ മോഡിട്ട് കാണിച്ചു തരാം. നമ്മളിവിടെ പോയി ഡിസ്പ്ലേ എടുത്ത് സ്റ്റാൻഡേർഡ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു 390 അല്ലെങ്കിൽ 250 കണ്ടുവന്ന എക്സാക്ട് സെയിം ആയിട്ടുള്ള ആ ഒരു ഡിസ്പ്ലേ ഇവിടെ കാണാനായിട്ട് പറ്റും. എടുത്ത് പറഞ്ഞു കേട്ടോ, ഭയങ്കര ക്വാളിറ്റിയാണ്. പിക്സൽ ക്വാളിറ്റി, UI UX ഡിസൈനൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കുറച്ചും കൂടി ഫാസ്റ്റർ ആക്കിയിട്ടുണ്ട് കമ്പയർ ടു ആ ഒരു ഫസ്റ്റ് ജെൻ 390 കൺസോൾ വെച്ചുമ്പോഴത്തേക്കും ഭയങ്കര ക്വിക്ക് റെസ്പോൺസീവ് ആണ്. നിങ്ങളിപ്പോൾ തന്നെ കണ്ടു കാണും ആ ഒരു എത്ര പെട്ടെന്നാണ് ഞാൻ ആ ഡിസ്പ്ലേ മാറ്റിയത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കാണും. പിന്നെ ഇത് പറയണം, ഭയങ്കര സ്ട്രൈറ്റ് ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര ഹൈറ്റാണ്. നമ്മൾ പല റിവ്യൂസും പറഞ്ഞു സിറ്റിയിലേക്ക് ഓടിക്കുമ്പോഴത്തേക്കും ഭയങ്കര ചൂടെടുക്കുന്നത്, കാരണം കാറ്റടിക്കുന്നില്ല നമ്മൾ സിറ്റിയുടെ അകത്ത് ഓടിക്കുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ ചൂടെടുക്കണമെന്ന് പറയുന്നുണ്ട്. ചെറിയൊരു പോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി നന്നായിട്ട് ഡ്രാഗ് പിടിക്കും. സോ ഇങ്ങനെ വയ്ക്കൊണ്ടെന്നുള്ളൊരു ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗ് അടിക്കും. ഡ്രാഗ് അടിച്ചാൽ ടോപ്പ് സ്പീഡ് കുറയും. സോ ഒരു 150-155 ആണ് ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ റൈഡിംഗ് വിഷൻ പറയണം, കംപ്ലീറ്റ്ലി ഒരു അപ്രൈറ്റ് അല്ല. ഹിമാലയൻ ആണെങ്കിൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇത് കുറച്ച് സ്പോർട്ടി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി ഒരു എന്താ പറയുക അറ്റാക്ക് മോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്രൈറ്റ് തന്നെ ഒരു അറ്റാക്ക് മോഡ് എന്ന് പറയാം. അപ്രൈറ്റുള്ള പൊസിഷനാണ്. ഫുഡ് പെക്സ് എൻ്റെ നേരെ കാല താഴെയാണ്. ന്യൂട്രൽ ആയിട്ടുള്ള ഫുഡ് പെക്സ് ആണ്. ഒരുപാട് റിയർ സെറ്റും അല്ല, ഒരുപാട് ഫ്രണ്ട് സെറ്റും അല്ല. വണ്ടിക്ക് ആകെ 182 കിലോ വെയിറ്റ് വരുന്നുള്ളൂ. ഹിമാലയനിലും ഏകദേശം 10-15 വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഉന്തി തള്ളിയെടുക്കാൻ ഭയങ്കര സുഖമാണ്. പിന്നെ ഞാൻ പറഞ്ഞു വണ്ടി അത്യാവശ്യം സ്ലിമ്മറാണ്. എന്നാൽ പുറത്ത് നോക്കുമ്പോൾ ഒരു സൈസും കാണലൊക്കെ ഉണ്ട്. സോ നമുക്കിത് ആക്ച്വലി ആ ഒരു സ്പോക്കിൽ വേർഷൻ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 1 കിലോ കുറവാണ്. അത് കൂടാണ്ട് തന്നെ സീറ്റ് ഹൈറ്റ് 5 mm കുറവാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടം വരെ വന്നുകൊണ്ട് വണ്ടിയുടെ ഉറങ്ങാൻ പറ്റണല്ലോ. എക്സോസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. വണ്ടിക്ക് പറയാൻ വിട്ട് വണ്ടിക്ക് റൈഡ് ബൈവർ വരുന്നുണ്ട് കേട്ടോ. റൈഡ് ബൈവർ അല്ലേ? അതെ, ആക്ച്വലി അവർ റൈഡ് ബൈവറെ കീപ്പ് ചെയ്തു. സോ നല്ല നല്ല കാര്യങ്ങളൊക്കെ കേട്ടും കീപ്പ് ചെയ്തു. പിന്നെ അനാവശ്യമാണെന്ന് വെച്ചാൽ അത്ര അനാവശ്യമല്ല, കുറച്ചും കൂടി ഇല്ലാതെയും ജീവിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സാണ് അവർ എടുത്ത് മാറ്റിയത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓ, സ്പൈക്കറായിട്ടുള്ള ഫുഡ് പെക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ റബ്ബർ മൗണ്ടൊക്കെ അഴിച്ച് കളയാം. കുറച്ചും കൂടി ആ ഒരു പഴയ BS3 ഒരു ടോണൊക്കെ വരുന്നുണ്ട് കേട്ടോ സൗണ്ടിൽ. ഒരുപാട് കൈ കൊടുക്കാൻ പറ്റില്ല, പയ്യെ ഒന്ന് കൈ കൊടുത്ത് കാണിച്ചു തരാം. വാവ്, ഓ എന്ത് സെൻസിറ്റീവാ ത്രോട്ടിൽ. നമുക്ക് റൈഡ് മോഡ് ഉണ്ടാകും കേട്ടോ. ഓ, നമുക്ക് വണ്ടിക്ക് റൈഡ് മോഡില്ല കേട്ടോ. അതാണ് ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചത്. വണ്ടിക്ക് റൈഡ് മോഡ് എന്ന് പറഞ്ഞ സംഭവമില്ല. ABS മോഡുണ്ട്, ഓഫ് റോഡ്, അതായത് സ്വിച്ചബിൾ ABS ഉണ്ട്. പക്ഷേ നമുക്ക് റൈഡ് മോഡ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഓ മാൻ, പൊളി യാ
അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ HDV 390 Xന്റെ വിശേഷങ്ങൾ. നമുക്ക് കൊച്ചിയിൽ ഞാൻ പറഞ്ഞ പോലെ കോസ്റ്റ് വരുന്നത് 3,80,000 രൂപയാണ്. അത് ആക്ച്വലി 390 ഇല്ലേ അതിനേലും 10,000 രൂപ കുറവാണ്. ഡ്യൂക്ക് 390ക്ക് ആക്ച്വലി 3,90,000 രൂപ വരുന്നുണ്ട്. ഇതാകുമ്പോഴത്തേക്ക് 3,80,000. സോ ഒരു 10,000 രൂപ വ്യത്യാസമുണ്ട്. സോ നിങ്ങൾ ഡ്യൂക്ക് 390 നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് കൺസിഡർ ചെയ്യുക. നമുക്ക് ആ ഒരു സ്പോക്ക് വീൽ വേർഷൻ ആകുമ്പോഴത്തേക്ക് ഏകദേശം 1 lakhും കൂടി അധികം കൊടുക്കണം. ഏകദേശം 4.8 വരുന്നുണ്ട്. സോ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ അതിനുള്ള ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ ഇതിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോക്ക് വീൽ ചിലപ്പോൾ ആഡ് ഓൺ ചെയ്യാം, പക്ഷേ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് കോർണർ ട്രാക്ഷൻ കൺട്രോള് പിന്നെ ക്രൂസ് കൺട്രോള് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ഓൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ആലുവയിൽ കാണുന്ന KTM ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇവരാണ് നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്തത്. സോ ഇവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ യാ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.